السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. സ്നേഹമുള്ള സഹോദരന്മാരെ, നബിദിനമൊക്കെ അടുത്തു വരുന്ന അവസരത്തിൽ സിംസാറുൽ ഹഖ് ഹുദവി എന്ന് പറയുന്ന സമസ്തയിലെ ഒരു പ്രഭാഷകന്റെ ഒരു വലിയ പ്രഭാഷണത്തിന്റെ ഒരു ഭാഗം ഒരുപാട് ആളുകൾക്കിടയിൽ ഇപ്പൊ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നബിദിനത്തിനെ പറ്റി വിശദീകരണം ഇതാ സിംസാറുൽ ഹഖ് ഹുദവി പറഞ്ഞിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് വാട്സപ്പുകളിലും ഫേസ്ബുക്കുകളിലും ഒക്കെ നിരന്തരമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 30 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു പ്രസംഗത്തിന്റെ ഭാഗമാണത്. ആ പ്രസംഗത്തിൽ സിംസാറുൽ ഹഖ് ഹുദവി ശരിയായിട്ട് ചെയ്തിട്ടുള്ളത് കള്ളത്തരവും അബദ്ധങ്ങളും തെറ്റിദ്ധരിപ്പിക്കലും മാത്രമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ജനങ്ങൾക്ക് അതിന് സത്യാവസ്ഥ ബോധ്യപ്പെടുത്തി കൊടുക്കൽ നമ്മുടെ കടമയായതുകൊണ്ട് അതിനെപ്പറ്റി 2 വാക്ക് സംസാരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രസംഗം തുടങ്ങുമ്പോൾ, അതായത് ആ വലിയ പ്രസംഗത്തിന്റെ ഈ പ്രചരിക്കുന്ന ക്ലിപ്പിന്റെ തുടക്കത്തിൽ നമ്മൾ കേൾക്കുന്നത് വലിയ ഈണത്തിൽ അദ്ദേഹം ഒരു ഖുർആനായത്ത് ഓതുന്നതാണ്. ഫബിദാലിക ഫല്യഫ്റഹൂ എന്നൊക്കെ പറഞ്ഞ് നീട്ടി ഓതുന്നുണ്ട്. എന്നിട്ട് ഖുർആൻ നബിദിനം ആഘോഷിക്കാൻ ഇതാ ഖുർആനിൽ തെളിവുണ്ട് എന്നുള്ള ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. സത്യത്തിൽ അദ്ദേഹം ഓതിയ ആയത്ത് ഏതാണ് എന്നും ആ ആയത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നും നമുക്കൊന്ന് നോക്കാം. സൂറത്ത് യൂനുസിലെ 58-ാമത്തെ ആയത്ത്, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹൂ ഹുവ ഖൈറു മിമ്മാ യജ്മഊൻ. ഖുൽ നബിയെ പറയുക, ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, അല്ലാഹുവിന്റെ ഫദ്ൽ കൊണ്ടും അനുഗ്രഹം കൊണ്ടും റഹ്മത്ത് കൊണ്ടുമാണത്. ഫബിദാലിക ഫല്യഫ്റഹൂ, അതുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചുകൊള്ളുക. ഹുവ ഖൈറു മിമ്മാ യജ്മഊൻ, നിങ്ങൾ ഒരുമിച്ച് കൂട്ടുന്നതിൽ ഏറ്റവും നല്ലത് പുണ്യമുള്ളത് അതാണ്, അല്ലെങ്കിൽ നിങ്ങൾ സമ്പാദിക്കുന്നതിൽ വെച്ച് ഏറ്റവും പുണ്യമുള്ളത് അതാണ് എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പോ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, അല്ലാഹുവിന്റെ ഫദ്ൽ കൊണ്ടും റഹ്മത്ത് കൊണ്ടുമാണ് അത് എന്ന് പറയുമ്പോൾ അത് ഏതാണ് എന്ന് നമ്മൾ നോക്കണം. അപ്പോ അത് ഏതാണെന്ന് മനസ്സിലാക്കാൻ സാധാരണഗതിയിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ ആയത്തിന്റെ മുമ്പിലുള്ള ആയത്ത് എന്താണെന്ന് നോക്കേണ്ട അത്യാവശ്യമാണ്. നമുക്ക് ഇതിന്റെ നേരെ മുമ്പിലുള്ള 57-ാമത്തെ ആയത്തിലേക്ക് പോകാം. യാ അയ്യുഹന്നാസു ഖദ് ജാഅത്കും മൗഇദത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ഇതാണ് ആയത്ത്. ഇപ്പൊ വിഷയം വളരെ കറക്റ്റാണ്. ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ചാൽ എന്താണ്? യാ അയ്യുഹന്നാസേ, ജനങ്ങളെ, ഖദ് ജാഅത്കും, നിങ്ങൾക്ക് ഇതാ വന്നെത്തിയിരിക്കുന്നു, മൗഇദത്തും മിർ റബ്ബിക്കും, അല്ലാഹുവിൽ നിന്നുള്ള സദ്ദേശം വന്നെത്തിയിരിക്കുന്നു, വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ, നിങ്ങളുടെ മനസ്സുകൾക്കകത്തുള്ള രോഗങ്ങൾക്കുള്ള മരുന്നും ശിഫയും ഇതാ വന്നെത്തിയിരിക്കുന്നു, വഹുദൻ വറഹ്മത്തൽ ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് അനുഗ്രഹവും മുഅ്മിനീങ്ങൾക്കുള്ള സന്മാർഗവും ഇതാ വന്നെത്തിയിരിക്കുന്നു. അപ്പൊ ഇവിടെ എന്താണ് വന്നെത്തിയിരിക്കുന്നതെന്ന് വളരെ വ്യക്തമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടി എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ആയത്തിറങ്ങുന്നത്. ഈ ആയത്തിറങ്ങുന്നത് പറയുന്നത് എന്താ? ജനങ്ങളെ, നിങ്ങൾക്ക് ഇതാ നിങ്ങളുടെ മനസ്സിലുള്ള രോഗങ്ങൾ വന്ന് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ അതിലേക്ക് മടങ്ങണം, അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കണമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇവിടെ എന്തിനെ പറ്റിയാണ് പറയുന്നത്? വളരെ വ്യക്തമാണ്. ഖുർആൻ അവതരിപ്പിച്ചതിനെ പറ്റിയാണ് പറയുന്നത്. അതിനുശേഷമാണ് പറയുന്നത് ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടും അനുഗ്രഹം കൊണ്ടുമാണത്. ഫബിദാലിക ഫല്യഫ്റഹൂ, ആ അനുഗ്രഹം കൊണ്ടും റഹ്മത്ത് കൊണ്ടും നിങ്ങൾ സന്തോഷിക്കുക. ഖൈറു മിമ്മാ യജ്മഊൻ. ഇവിടെ എവിടെയാണ് സുഹൃത്തുക്കളെ നേരെ നമുക്ക് നബിദിനം ആഘോഷിക്കാൻ എവിടെയാ തെളിവുള്ളത്? അപ്പൊ ഇവിടെ ഒരു വാക്കുണ്ട്, റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കുക എന്ന് പറഞ്ഞിട്ടില്ലേ എന്നാണ്. ഈ റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കുക എന്നുള്ളത് ഇത് ഖുർആൻ ഇറങ്ങിയതിന് വേണ്ടിയാണെന്ന് നമുക്ക് വളരെയധികം വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി തഫ്സീറുകളിലേക്ക് നമ്മളൊന്ന് കടന്നാൽ, തഫ്സീർ ഖുർത്തുബി, എല്ലാവർക്കും സ്വീകാര്യനായ മുൻകാല മുഫസ്സിറായ തഫ്സീർ ഖുർത്തുബി ഒന്ന് നോക്കൂ. ഖൗലുഹു തആല ഖുൽ ബിഫദ്ലില്ലാഹി വറഹ്മതിഹി, ഈ അല്ലാഹുവിന്റെ ഫദ്ൽ റഹ്മത്ത് എന്നുള്ള വാക്ക്, ഖാല അബൂ സഅദ് അൽ ഖുദ്രി വഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാൽ ഫദ്ലുല്ലാഹി അൽ ഖുർആൻ വറഹ്മത്തുഹു അൽ ഇസ്ലാം. അല്ലാഹുവിന്റെ ഫദ്ൽ എന്ന് പറഞ്ഞത് ഖുർആനാണ്, റഹ്മത്ത് എന്ന് പറഞ്ഞ ഇസ്ലാം ദീനാണ്. വീണ്ടും റിപ്പോർട്ട് ചെയ്യുന്നു, ഫദ്ലുല്ലാഹി അൽ ഖുർആൻ വറഹ്മത്തുഹു അൻ ജഅലകും മിൻ അഹ്ലിഹി, ഫദ്ൽ എന്ന് പറഞ്ഞത് ഖുർആനാണ്, റഹ്മത്ത് എന്ന് പറഞ്ഞത്, അല്ലാഹുവിന്റെ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഖുർആന്റെ അഹ്ലുകാരാക്കി എന്നുള്ളതാണ്. വൻ ഹസൻ വല്ലഹാഖ് വമുജാഹിദ് വഖത്താദ, ഈ 4 പണ്ഡിതന്മാരെ, താബി പണ്ഡിതന്മാരെ പറ്റി ഉദ്ധരിക്കുന്നു. ഫദ്ലുല്ലാഹ് അൽ ഈമാൻ, ഫദ്ൽ എന്ന് പറഞ്ഞാൽ ഈമാനാണ്, വറഹ്മത്തുഹു, അല്ലാഹുവിന്റെ റഹ്മത്ത് ഖുർആനാണ്. ഇത് തഫ്സീർ ഖുർത്തുബിയാണെങ്കിൽ തഫ്സീർ തബരിയിലും തഫ്സീർ ഇബ്നു കസീറിലും തഫ്സീർ ബഗവിയിലും തഫ്സീർ ബൈളാവിയിലും തഫ്സീർ സമർഖശിയിലും
എല്ലാ ആധികാരിക തഫ്സീറുകളിലും നമുക്ക് ഈ വിഷയം തന്നെ കാണാം. ഇവിടെ പറഞ്ഞ ഈ ആയത്തിൽ പറഞ്ഞ റഹ്മത്തിന്റെ ഉദ്ദേശം അത് ഖുർആനാണ്, അത് ഇസ്ലാം ദീനാണ്. ഫദ്ൽ കൊണ്ട് ഉദ്ദേശം ഇസ്ലാം ദീനാണ്. എന്തിനധികം നമ്മുടെ നാട്ടിലെ സമസ്തയിലെ മൊയ്ലിയരുട്ടികൾ ആദ്യം ഫത്വൽ മൊയ്നും തഹ്ഫത്തുൽ വർദിയും ഓതിക്കഴിഞ്ഞാൽ പിന്നെ തഫ്സീർ ജലാലൈനിയാണല്ലോ അടുത്ത കയറ്റം കിട്ടി പഠിക്കുന്നത്. ആ പഠിക്കുന്ന ആ തഫ്സീർ ജലാലൈനിയുടെ ആയത്തിന് എന്താ അർത്ഥം കൊടുത്തിരിക്കുന്നു നോക്കുക. ഖുൽ ബിഫദ്ലില്ലാഹി ബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു ഖൈറു മിമ്മാ യജ്മഊൻ. എന്നിട്ട് അതിന്റെ വിശദീകരണം കൊടുക്കുക. ഖുൽ ബിഫദ്ലില്ലാഹി ഫദ്ലുല്ലാഹി അൽ ഇസ്ലാം വബിറഹ്മതിഹി അൽ ഖുർആൻ വബിദാലിക വൽ ഫദ്ലു വറഹ്മ, ഫദ്ലു കൊണ്ടും റഹ്മത്ത് കൊണ്ടും ഫല്യഫ്റഹു, നിങ്ങൾ സന്തോഷിച്ചുകൊള്ളുക. അപ്പൊ അള്ളാഹുവിന്റെ റഹ്മത്താകുന്ന ഖുർആൻ കൊണ്ടും അള്ളാഹുവിന്റെ ഫദ്ല അനുഗ്രഹമാകുന്ന ഇസ്ലാം ദീൻ കൊണ്ടും നിങ്ങൾ സന്തോഷിച്ചോളൂ, നിങ്ങൾ ഖുർആൻ വന്ന് കിട്ടിയിരിക്കുന്നു എന്നാണ് ഈ രണ്ടായത്തും ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന തഫ്സീറുകളിൽ നിന്ന് കിട്ടുന്ന ആശയങ്ങൾ. കേരളത്തിൽ ഒട്ടനവധി തഫ്സീർ ഗ്രന്ഥങ്ങൾ മലയാളത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ. ടി കെ അബ്ദുള്ള മുസ്ലിയാരി, കെ വി മുഹമ്മദ് മുസ്ലിയാർ പന്താവൂര്, കെ വി മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട്, അബ്ദുറഹ്മാൻ മഖ്ദൂമി, വലിയ കാസിം പിച്ചിഗോത്തങ്ങൾ, റഹ്മത്തുള്ള കാസിം മുത്തേടം, മുസ്തഫൽ ഫൈസി തുടങ്ങി ഒട്ടനവധി സമസ്ത പണ്ഡിതന്മാർ ഖുർആന്റെ മലയാളത്തിൽ വിശദീകരണവും അർത്ഥവും വ്യാഖ്യാനമൊക്കെ എഴുതിയിട്ടുണ്ട്. ആരെങ്കിലും ഒരാൾ ഈ ആയത്തിനർത്ഥം ഫബിദാലിക ഫല്യഫ്റഹു എന്ന് പറഞ്ഞ ഈ ആയത്തിനർത്ഥം, ഈ റഹ്മത്തിനർത്ഥം ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനം ആഘോഷിക്കാൻ എഴുതിയിട്ടുണ്ടോ, ലോകത്തെ ഏതെങ്കിലും മുഫസ്സിറുകൾ എഴുതിയിട്ടുണ്ടോ? ആരും എഴുതിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോ നമ്മുടെ ബഹുമാനപ്പെട്ട സിംസാർ ലഖൂദവി സാഹിബ് അദ്ദേഹത്തിന് സ്വന്തം ഇഷ്ടപ്രകാരം ഖുർആൻ ദുർവ്യാഖ്യാനിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇനി അതവിടെ നിൽക്കട്ടെ. ഇനി ഈ ഖുർആനിൽ നബിദിനം ആഘോഷിക്കാൻ തെളിവുണ്ടെങ്കിൽ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, ഖുർആനിൽ നബിദിനം ആഘോഷിക്കാൻ തെളിവുണ്ടെങ്കിൽ, സുഹൃത്തുക്കളെ, ഖുർആനിൽ അള്ളാഹു സന്തോഷിക്കൂ, നബിദിനം കൊണ്ട് നബിയുടെ റഹ്മത്ത് കൊണ്ട് നബിയെ പഠിച്ച ആ നബിദിനം കൊണ്ട് നിങ്ങൾ സന്തോഷിക്കൂ എന്നാണ് ഇതുകൊണ്ട് പറഞ്ഞെങ്കിൽ, സുഹൃത്തുക്കളെ, അത് അള്ളാഹുവിന്റെ കൽപ്പനയല്ലേ? റസൂൽ ആ ജീവിതത്തിൽ പകർത്താതിരിക്കുമോ? റസൂൽ സഹാബകൾക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കുമോ? എന്റെ പൊന്നാരെ ഹുദവി സാഹിബെ, നിങ്ങൾ എന്ത് വിഡ്ഢിത്തരാണ് ഈ പറയുന്നത്? ഖുർആനിൽ തെളിവുണ്ടായിട്ട് സഹാബാക്കൾ അത് ചെയ്തില്ലാന്നോ? നിങ്ങൾ ഈ പറഞ്ഞ പ്രസംഗത്തിൽ തന്നെ കുറച്ചപ്പുറത്തേക്ക് മാറി നിങ്ങൾ പറയുന്നുണ്ട് ഇത് പിൽക്കാലത്ത് ഉണ്ടായതാണ്. ഉസ്മാൻ അഫ്ഫാനുള്ള ബാങ്ക് കൊണ്ടുവന്നതുപോലെ, അതുപോലെ ഇതുപോലെ സമ്മേളനം നടത്തുന്നത് പോലെ, പാൻറ് ഇടുന്നത് പോലെയൊക്കെയുള്ള ഒരു സാധനമാണ്, പിൽക്കാലത്ത് കൊണ്ടുവന്നതാണ്, പിൽക്കാലത്ത് കൊണ്ടുവന്നതും തെറ്റാണെന്ന് പറയാൻ പറ്റില്ല നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. എന്നിട്ട് തന്നെ നിങ്ങൾ ഖുർആനിൽ ആദ്യം അതിനെ പറ്റിയിട്ട് എന്ത് വിശദീകരണം നൽകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പറയുന്ന അർത്ഥം എന്താ? അള്ളാഹുവിന്റെ റസൂലിന് അറിഞ്ഞ ഖുർആൻ അള്ളാഹുവിന്റെ റസൂലും സഹാബാക്കൾക്കും താബികൾക്കും താബികൾക്കും 4 മദ്ഹബിന്റെ ഇമാമുകൾക്കും മനസ്സിലായിട്ടില്ല എന്നല്ലേ? ഈ പറഞ്ഞ ആയത്തിന് ഏതെങ്കിലും ഒരു പണ്ഡിതൻ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഈ ആയത്തിന്റെ അടിക്കുറിപ്പായിട്ട് ഇത് നബിദിനം ആഘോഷിക്കാനുള്ള തെളിവാണ് പറഞ്ഞതെന്ന് ഇലാ യൗമിൽ ഖിയാമ വരെ കാണിക്കാൻ സാധിക്കുമോ ഉദവി? അപ്പൊ നിങ്ങൾ ഈ പറയുന്നത് മുഴുവൻ കള്ളത്തരവും ജനങ്ങളെ പറ്റിക്കലുമാണ്. അപ്പൊ പിന്നെ പറയാനുള്ളത് അള്ളാഹുവിന്റെ റസൂൽ റഹ്മത്തല്ലേ എന്നാണ്. അള്ളാഹുവിന്റെ റസൂൽ റഹ്മത്താണ്. ആരാണ് തർക്കമുള്ളത്? ഒമാർസല്ലാക റഹ്മത്തുൽ ആലമീൻ, ലോകർക്ക് മുഴുവനും അനുഗ്രഹമായിട്ടല്ലാതെ റഹ്മത്തായിട്ടില്ല ഞാൻ അയച്ചിട്ടില്ല എന്ന് അള്ളാഹുവിന്റെ വാക്കുള്ളതാ. പക്ഷെ അത് ഈ ആയത്തിൽ ഇങ്ങനെ സ്യൂട്ടാവുന്നത് ഇത് നബിദിനം ആഘോഷിക്കാൻ തെളിവല്ലോ. റസൂലുള്ളാഹി റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളൂ എന്ന് പറഞ്ഞ ഈ ആയത്ത് ഖുർആൻ ഇറങ്ങിയതിനെ പറ്റി ഇറങ്ങിയ ആയത്താണ്. ഇതിന് സബുൻ നുസൂൽ അതാണ്, ഇതിന്റെ തഫ്സീറുകൾ അതാണ് വന്നിട്ടുള്ളത്. പിന്നെ എങ്ങനെയാണ് ഹുദവി നിങ്ങൾ ഇതിവിടെ റസൂലുള്ളാഹി മീലാദുൻ നബി ആഘോഷിക്കാൻ, ജന്മദിനം ആഘോഷിക്കാൻ ഈ ആയത്ത് തെളിവാക്കുന്നത്? അപ്പൊ നിങ്ങൾ തന്നെയാണ് ദുർവ്യാഖ്യാനക്കാരൻ എന്നിവിടെ മനസ്സിലാവുന്നു. അസ്സലാമു അലൈക്കും. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത്, രണ്ടാമത് അദ്ദേഹം പറയുന്നത് എന്താണ്? നിങ്ങൾ ഇവിടെ ദുഃഖമാചരിക്കാൻ പറഞ്ഞു എന്നാണ്. ആരാണ് ദുഃഖമാചരിക്കാൻ പറഞ്ഞത്? ഇവിടെ ആരെങ്കിലും ദുഃഖമാചരിക്കാൻ പറഞ്ഞു? സന്തോഷിക്കാൻ ഞങ്ങൾ സന്തോഷിച്ചോട്ടെ എന്നാണ് അവര് പറഞ്ഞത്. സന്തോഷിച്ചോളൂ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി നമുക്ക് കൊല്ലത്തിൽ 365 ദിവസം സന്തോഷിച്ചൂടെ? നിങ്ങളൊരു ദിവസം പ്രധാനമായി കാണുന്നു, അന്നേ ദിവസം ആരാധനാ കർമ്മങ്ങൾ നടത്തുന്നു, അന്നേ ദിവസം ആഘോഷമാക്കുന്നു. അവിടെയാണ് പ്രശ്നം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു തന്നിട്ടുള്ള 2 ദിവസമല്ലാത്ത വേറെ ദിവസങ്ങൾ നിങ്ങൾ ആഘോഷമാക്കുന്നു. ആ ദിവസം ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യം കൽപ്പിക്കുന്നു. അത് സഹാബാക്കൾക്കോ താബിഈങ്ങൾക്കോ തബോ താബിഈങ്ങൾക്കോ മനസ്സിലായിട്ടില്ല. അവിടെയാണ് പ്രശ്നം. പിന്നെ മൂപ്പര് പറഞ്ഞ എന്താ? പാന്റ് ഇട്ടിട്ട് ആരെങ്കിലും ഖുതുബ നിസ്കരിക്കാൻ നിന്നിട്ടുണ്ടോ, തലമറക്കാതെ നിസ്കരിക്കാൻ നിന്നിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾ സഹീഹുൽ ബുഖാരി ഒന്ന് എടുത്ത് വായിച്ചു നോക്കിയാല് ഹുദവിക്ക് കാണാം തലമറക്കാതെ നിസ്കരിച്ച സഹാബിയുടെ ഹദീസ്. തലമറക്കാതെ നിസ്കരിച്ച സഹാബിയുടെ ഹദീസ്. അതുപോലെ തന്നെ
സറാവിയിൽ ധരിച്ചുകൊണ്ടുള്ള നിസ്കാരത്തിന്റെ ഹദീസും സഹീൽ ബുഖാരിയിൽ കാണാം. അതൊന്നും കാണാതെ ജനങ്ങളെ വെറുതെ പൊട്ടീസാക്കാൻ വേണ്ടി പാന്റും തലമറക്കലൊക്കെ കൊണ്ടുവന്നിട്ട് ഈ നബിദിനത്തിന് തെളിവുണ്ടാക്കാൻ ശ്രമിച്ചിട്ട് ഒരു കാര്യമില്ല. പിന്നെ അദ്ദേഹം ചോദിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തേ ചെയ്യാൻ പറ്റൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പച്ച മലയാളത്തിൽ ഖുതുബ ഓതിയിട്ടുണ്ടോ എന്നാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പച്ച മലയാളത്തിൽ ആയിഷ ബിവിയോട് ചായ തരാനും ചോദിച്ചിട്ടില്ല. റസൂലുള്ളാഹി ജീവിതകാലം മുഴുവൻ അറബിയിൽ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. മനസ്സിലായോ സുഹൃത്തെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതകാലം മുഴുവൻ എല്ലാം അറബിയിലാണ്, അതുപോലെ ഖുതുബയും അറബിയിലാണ്. പിന്നെ മൂപ്പരെ ചോദ്യം, ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കണമെന്ന് ഹദീസിലുണ്ടോ എന്നാ. ഉണ്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഖുതുബനെ പറ്റി വന്ന ഹദീസ് എന്താ? കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബതാനി യജ്ലിസു ബൈനഹുമാ യഖറഉൽ ഖുർആന വയുദക്കിറുന്നാസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രണ്ട് ഖുതുബകൾ ഉണ്ടായിരുന്നു. രണ്ട് ഖുതുബകൾക്കിടയിൽ റസൂൽ ഇരിക്കുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബയിൽ ഖുർആൻ ഓതുമായിരുന്നു. വയുദക്കിറുന്നാസ്, ജനങ്ങൾക്ക് ഉത്ബോധനം നടത്തുമായിരുന്നു, ഖുർആൻ വിശദീകരിച്ചു കൊടുക്കുമായിരുന്നു. ജനങ്ങൾക്ക് തിരിയുന്ന ഭാഷയിൽ തന്നെയല്ലേ വിശദീകരിച്ചു കൊടുക്കുക? ഈ ഖുർആൻ ഓതിയിട്ട് ജനങ്ങൾക്ക് യുദക്കിറന്നാസ് ആവണമെങ്കിൽ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കണ്ടേ? നിങ്ങളുടെ നാട്ടിലുള്ള നബാത്തി കുത്തുബ നിങ്ങൾ സമസ്ത പള്ളിയിൽ ഓതുമ്പോൾ വിശദീകരിച്ചു കൊടുക്കലാണോ അത് ഖുർആനായത്ത് ഓതിയിട്ട്? അല്ല. അപ്പൊ റസൂൽ ചെയ്തതല്ല നിങ്ങൾ ചെയ്യുന്നത്, ഞങ്ങൾ ചെയ്യുന്നതാണ് റസൂൽ ചെയ്യുന്നത്. പിന്നെ ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ശർഹ് മുസ്ലിം വളരെ വ്യക്തമായി പറയുന്നു, യുദക്കിറന്നാസ് എന്നുള്ളതിൽ ഇമാം ഷാഫി പറയുന്നു ഈ വിഷയത്തിൽ ഖുതുബ ഈ യുദക്കിറുന്നാസ് എന്നുള്ള ഈ ഹദീസിനെ വിശദീകരിച്ചു അദ്ദേഹം പറയുന്നു, ഇവിടെ ഖുതുബയിൽ ഷർത്താക്കപ്പെടും റസൂൽ അള്ളാഹുവിന്റെ പേരിൽ ഹംദ്, സ്വലാത്ത്, അതുപോലെ തന്നെ വഅദ്, ഇത് മൂന്നും നിർബന്ധമാണ്, ഷർത്താണ് ഖുതുബയുടെ എന്ന് ഇമാം ഷാഫിയെ തൊട്ട് ഇമാം നവവി ധരിക്കുന്നു. അപ്പൊ വഅദ് വേണം എന്ന് അവിടെ നിർബന്ധമായി പറഞ്ഞിട്ടുണ്ട്. ഈ വഅദ് എന്ന് പറഞ്ഞാൽ എന്താ പൊന്നാര ഹുദവി? ജനങ്ങൾക്ക് മനസ്സിലാവാതെ എന്തെങ്കിലും ഏട് വായിച്ചു പോയാൽ വഅദാവോ? വഅദാണെങ്കിൽ ജനങ്ങൾക്ക് തിരിയണ്ടേ? തിരിയുന്ന ഭാഷയിൽ പറയാ. മുമ്പിലേക്ക് നാളെ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിൽ പറയാ, മലയാളമാണെങ്കിൽ മലയാളത്തിൽ പറയാ, അറബിയാണെങ്കിൽ അറബിയിൽ പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ ഇരുന്ന മുഴുവൻ ആളുകൾ അറബികളായിരുന്നു, റസൂലും അറബിയായിരുന്നു. റസൂൽ ഖുർആനായത്ത് ഓതിട്ട് അറബിയിൽ വിശദീകരിച്ചു കൊടുത്തു. ഇവിടെ ജനങ്ങൾക്ക് തിരിയുന്ന ഭാഷയിൽ അറബിയിൽ ഖുർആൻ ഓതിയിട്ട് ജനങ്ങൾക്ക് മലയാളത്തിൽ വിശദീകരിച്ചു കൊടുക്കുന്നു. ഇത്രയേ ഉള്ളൂ സംഭവം. മനസ്സിലായ? പിന്നെ നമ്മുടെ ഉദയ് സാഹിബ് പറയുന്നത് ഖുർആനിൽ ആയത്ത് ഹർക്കത്ത് മുമ്പുണ്ടായിരുന്നല്ലോ, ഇപ്പൊ നമ്മളൊക്കെ ഹർക്കത്ത് ഇട്ടില്ലേ? നിബിധനത്തിനുള്ള ഓരോ ഖിയാസുകളാണ് മൂപ്പരുടെ. നിബിധനം അപ്പൊ എന്തായാലും ഒരു കാര്യം ഉറപ്പായി. മൂപ്പര് ചോദിക്കുന്നത് സഹാബാക്കളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിദിനം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവരോട് നമുക്ക് തിരിച്ചു ചോദിക്കണം എന്നാ. അപ്പൊ ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ചെയ്തിട്ടില്ല എന്ന് മൂപ്പരത്ത് ഉത്തരമുണ്ട്. ചെയ്തിട്ടുണ്ട് എന്ന് പറയാനുള്ള ഒരു തെളിവില്ലാത്തതുകൊണ്ടാണല്ലോ തിരിച്ചു ചോദിക്കുന്നത്. തിരിച്ചു ചോദിക്കണം എന്താ? ഖുർആനെ അൽഹർക്കത്തിട്ടുണ്ടോ, ഖുർആൻ ജുസാക്കിയിട്ടുണ്ടോ, ഖുർആൻ പ്രിന്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളതാണ്. ശരി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഖുർആന് ഹർക്കത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സഹാബാക്കളൊക്കെ വലദ്ദാലി എന്നുള്ളത് വലസ്വാലി എന്ന് ഓതിയിട്ടില്ല. എന്ത്? ലാദിന് കുത്തില്ലാത്തതുകൊണ്ട് അവർ സ്വാദാണെന്ന് മനസ്സിലായിട്ടില്ല. അതുപോലെ ലാലിം എന്നുള്ളതിന് അവരെ ത്വാക്കിയിട്ടില്ല, ലാദ് ത്വാക്കിയിട്ടില്ല, ലാദ് സ്വാദാക്കിയിട്ടുമില്ല. മനസ്സിലായില്ലേ? അപ്പോ അവിടെ മനസ്സിലാക്കേണ്ടത് സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തില്ലായിരുന്നു? ഇതിന്റെ ആവശ്യമില്ലായിരുന്നു. സഹാബികൾ നമ്മളെ പോലെ, നിങ്ങളെ എന്റെ പോലെ വിവരമില്ലാത്ത ആളുകളായിരുന്നില്ല. സഹാബാക്കൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് മുസ്ഹാബ് തന്നെ കൈ കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിച്ചു കിട്ടുന്ന ഖുർആൻ അപ്പടി അവർ ഹൃദ്യസ്ഥമാക്കിയിരുന്നു. ഖുർആൻ മുഴുവൻ അവരുടെ മനസ്സുകളിൽ സൂക്ഷിച്ചിരുന്നു. പിൽക്കാലത്ത് ഓരോ ആവശ്യങ്ങൾ വന്ന് ജനങ്ങൾക്ക് വർദ്ധിച്ചു വന്നപ്പോ, ആളുകൾക്ക് അറിവ് കുറഞ്ഞു വന്നപ്പോൾ ഖുർആനിന് പല പല പരിഷ്കാരങ്ങളും ഉണ്ടാക്കി. അങ്ങനെയാണ് അറബിയിൽ ഈ പുള്ളിയും കുത്തുറൽ പഠിച്ചത്. ജനങ്ങള് സ്വാദ് കണ്ട ലാദാണെന്നും, ത്വാ കണ്ട ലാ ആണെന്നും, വാവ് കണ്ട ത്വാ ആണെന്നും മനസ്സിലാക്കണേ കുത്തിടണം. ബാഗ് കണ്ടാല് താഴാണോ ബാ ആണോ എന്ന് മനസ്സിലാവണ്ടേ? രണ്ടു മുകളിൽ കുത്തിടണം. അറബികൾക്ക് അങ്ങനെ, സഹാബികൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അവരെ പോലെയല്ല നമ്മള്. അപ്പൊ അതുകൊണ്ടാണ് ഇത് പരിഷ്കരിച്ചത്. മനസ്സിലായില്ലേ? നമ്മുടെ ആവശ്യാർത്ഥം അന്ന് ഖുർആന് എല്ലിന്റെ മുകളിലും തോലിന്റെ മുകളിൽ എഴുതി വെച്ചു, പിൽക്കാലത്ത് ഹർലാസിൽ എഴുതി വെച്ചു, ഇപ്പൊ അത് പിന്നീട് കമ്പ്യൂട്ടറിൽ പ്രിന്റ് വന്നു, ഇപ്പൊ ചിപ്പിൽ വന്നു, ഇപ്പൊ നമ്മുടെ മൊബൈലിൽ വന്നു. ഇതൊക്കെ നമ്മുടെ ആവശ്യാനുസരണം നമ്മൾ ചെയ്യുന്നതാ. ഇതൊന്നും ഒരു ഇബാദത്തല്ല. ഇതൊന്നും ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമുള്ള കാര്യമാണെന്ന് ആരും പറയുന്നില്ല. നിങ്ങൾ നബിദിനത്തിനെ പറ്റി പറഞ്ഞ ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമാണ്, ഏറ്റവും വലിയ ആഘോഷമാണ്. ഒരു മുസ്ലിം നിസ്കരിച്ചിട്ടില്ലെങ്കിലും അവൻ നോമ്പ് നോക്കിയില്ലെങ്കിലും അവൻ മൗലിദ് ഓതിയാൽ അവൻ സ്വർഗത്തിൽ പോകുന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പ്രശ്നങ്ങൾ. മനസ്സിലായില്ലേ?
പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇസ്ലാമിന് എതിരാവാത്ത എന്ത് കാര്യം ചെയ്യാന്നാ. അങ്ങനെയാണെങ്കിൽ സുബഹിക്ക് ശേഷം നമുക്ക് 2 റക്അത്ത് നിസ്കരിച്ചാലോ? അല്ലെങ്കിൽ സുബഹി നിസ്കാരം നമുക്കൊരു കാര്യം ചെയ്യാം, 3 റക്അത്ത് ആക്കിയാലോ? റസൂൽ സുബഹി നിസ്കാരം 3 റക്അത്ത് നിസ്കരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. രാവിലെ 10 മണിക്ക് എന്നും 100 യാസീൻ ഓതൽ സുന്നത്താണെന്ന് ഒരാൾ പറഞ്ഞാലോ? ഇപ്പൊ നിങ്ങൾ പ്രസംഗത്തിൽ പറഞ്ഞല്ലോ ഞാനിപ്പോ യാസീൻ ഓതിയ, നിങ്ങൾ യാസീൻ ഓതിയ വിധേയത്തല്ല, പക്ഷെ നിങ്ങൾ ഇപ്പൊ യാസീൻ ഓതുന്നത് സുന്നത്താണ് എന്നും ഞാനിപ്പോ ഈ പ്രസംഗിക്കുന്ന സമയത്ത് ഒരു യാസീൻ ഓതൽ പുണ്യമാണ് എന്ന് പറഞ്ഞാൽ അത് വിധേയത്താണ്. മനസ്സിലായില്ലേ? അവിടെയാണ് വ്യത്യാസമുള്ളത്. പിന്നെ അദ്ദേഹം പറയുന്നത്, നിങ്ങൾ എന്തിനാ ഫത്വ കൊടുക്കണേ? ഫത്വ കൊടുക്കാൻ ഇവിടെ സമസ്തയുടെ ആലിമീങ്ങളുണ്ട്. ഇതന്നെ നിങ്ങളോടും പറയാനുള്ളത്. നിങ്ങൾ എന്തിനാ ഫത്വ കൊടുത്തത്? നിങ്ങളിപ്പോ അടുത്ത ദിവസം ഒരു ഫത്വ കൊടുത്തിട്ട് പിൻവലിച്ചില്ലേ? ഇലക്ഷന് വേണ്ടിയിട്ട് സ്വന്തം ഭാര്യമാരനൊക്കെ ഇലക്ഷൻ നിർത്തുന്ന സ്ഥാനാർത്ഥിയെ നിർത്തുന്നവൻ ദയ്യൂസാണ് എന്ന് പറഞ്ഞൊരു ഫത്വ നിങ്ങൾ കൊടുത്തല്ലോ. അത് വലിയ വിവാദമായിട്ട് നിങ്ങളത് പിൻവലിച്ചല്ലോ. എന്നിട്ട് നിങ്ങളുടെ സമസ്തയുടെ തന്നെ ഹൈദരലി ശിഹാബ് തങ്ങൾ ഇപ്പൊ ആരാന്നാ പറഞ്ഞത്? സമസ്തയുടെ വൈസ് പ്രസിഡന്റ് അല്ലെ? മൂപ്പര് ഇപ്പൊ അടുത്തൊരു വലിയൊരു പരിപാടിയിൽ പറഞ്ഞല്ലോ സ്ത്രീകൾക്ക് മുഴുവൻ പൊതുരംഗത്തേക്ക് വരണമെന്ന്. അപ്പൊ സമസ്ത ആലിമീങ്ങൾക്ക് എന്താ 10 അഭിപ്രായമാണോ 10 ആൾക്കും? ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമ നിങ്ങൾ തന്നെയല്ലേ പണ്ട് മണ്ണാർക്കാട് വെച്ചിട്ട് 1940-ലോ മറ്റോ 35-ലോ 40-ലോ സ്ത്രീകൾക്ക് കയ്യെഴുത്ത് പഠിക്കൽ ഹറാമാണ്, ഷറഹിൽ അത് ഹറാമാണ് എന്ന് ഫത്വ കൊടുത്തത്? ആ സ്ത്രീകൾക്ക് കയ്യെഴുത്ത് പഠിക്കൽ ഹറാമാണെന്ന് പറഞ്ഞ നിങ്ങളിപ്പോ സ്ത്രീകളെ പുറത്തേക്ക് ഇറങ്ങണം, സ്ത്രീകൾ പരസ്യമായിട്ട് പൊതുരംഗത്തേക്ക് വരണം, ഇലക്ഷന് മത്സരിക്കണമെന്ന് ഇപ്പൊ സമസ്ത വൈസ് പ്രസിഡന്റ് പറഞ്ഞു. നിങ്ങളാവട്ടെ സ്ത്രീകളെ പുറത്തേക്ക് ഇറക്കുന്ന ദയ്യൂസാന്നും പറഞ്ഞു. അതിപ്പോ നിങ്ങൾ പിൻവലിച്ചു. അതാണ് പറഞ്ഞത് നിങ്ങൾ ഫത്വ കൊടുക്കരുത് എന്ന്. മനസ്സിലായില്ലേ? അല്ല സിൻസാറുൽ ഹഖ് ഉദവി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ പോയത് റബീഉൽ അവ്വലിലാണെന്നും അല്ലാത്തതാണെന്നും ഒക്കെ തർക്കമുള്ള വിഷയമാണ്. പണ്ഡിതന്മാർക്കിടയിൽ ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ തർക്കമുണ്ട്. ഇനി റബീഉൽ അവ്വലിലാണെന്ന് ഹിജറ പോയെന്ന് വെക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനത്തിലല്ലല്ലോ അൻസാരികൾ പാട്ട് പാടിയത്. റസൂൽ മദീനത്തേക്ക് വന്ന സന്തോഷത്തിലല്ലേ? റസൂൽ മദീനത്തേക്ക് എത്തിച്ചേർന്ന സന്തോഷത്തിലല്ലേ പാട്ട് പാടിയത്? അല്ലേ? ആ പാട്ട് പാടിയ സംഭവം തന്നെ മുഅവ്വലാണെന്ന് ഇബ്നു ഹജർ അസ്കലാനി, അതുപോലെ ഹാഫിദുൽ ഇറാഖി, ഇവർ രണ്ടുപേരും അവരുടെ തഖ്രീജ് ഇഹ്യാ ഉലൂമുദ്ദീനിലും അതുപോലെ തന്നെ ഫത്വൽ ബാരിലും പറഞ്ഞിരിക്കുന്നു. ആ സംഭവം സഹീഹായ സനദോടുകൂടി വന്നതല്ല, മുഅവ്വലാണ്. 3 റാവികൾക്കിടയിൽ അതൊരു ഗ്യാപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള സംഭവമാണ് ഈ താരാൽ ബദ്റു അലൈന എന്ന് പറയുന്ന സംഭവം, അൻസാരികൾ പാട്ടുപാടി എന്ന് പറയാം. ഇനി അത് സഹീഹാണെന്ന് അങ്ങോട്ട് സങ്കല്പിച്ചാൽ തന്നെ അത് റബീഉൽ അവ്വലിൽ റസൂൽ ജനിച്ച 12 അന്ന് റസൂലിന്റെ ജന്മദിനമാണ് എന്നും പറഞ്ഞാണോ പാട്ടുപാടിയത്? പതിർപലാനം വെച്ച് എന്ത് ചെയ്തത്? അവർ വീട് പെയിന്റ് അടിച്ചത് അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത് നിന്ന് ഞങ്ങളുടെ നാടായ മദീനത്തേക്ക് വന്നു എന്നുള്ളത് കൊണ്ടാണ്. അതോടുകൂടി അവർ അവസാനിപ്പിച്ചു. പിന്നീട് അവർ കഴിഞ്ഞ അടുത്ത റബീഉൽ അവ്വൽ വന്നപ്പോ, അല്ലെങ്കിൽ റസൂൽ ഹിജറ വന്ന ആ സമയം വന്നപ്പോ പിന്നെ അവർ പാട്ട് പാടിയോ? അല്ലെങ്കിൽ അടുത്ത റബീഉൽ അവ്വൽ 12 പാട്ട് പാടിയോ? പിന്നെ റബീഉൽ അവ്വൽ വന്ന പാട്ട് പാടിയോ? ഇല്ല. അപ്പൊ റസൂൽ വന്നതിനാണ്. അവിടെയും നിങ്ങളുടെ ദുർവ്യാഖ്യാനം ചെലവില പോവില്ല. മനസ്സിലായില്ലേ? ഇവിടെ അൻസാറുകൾ ചെയ്തതിനോട് ആരും ദേഷ്യം വെക്കുന്നില്ല. ഇവിടെ അൻസാറുകൾ ചെയ്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മളും പാട്ട് പാടും. ഇതേ അൻസാരികൾ ചെയ്തിട്ടുള്ളൂ. അത് നമ്മൾ ആരാണ് എന്നോട് ദേഷ്യം വെച്ചത്? ആരാണ് ചെയ്യാതിരുന്നത്? അൻസാരികൾ എല്ലാ വർഷവും റബീഉൽ അവ്വൽ 12 ആയപ്പോൾ റസൂലുള്ളാഹിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ദഫ് മുട്ടി പാട്ട് പാടി എന്ന് തെളിയിച്ചാൽ സിംസാറുൽ ഹഖ് ഉദവി തെളിയിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ആദ്യം പറഞ്ഞത് സഹാബികൾ ചെയ്തോ റസൂൽ ചെയ്തോ ചോദിച്ചാൽ നമ്മൾ തിരിച്ചങ്ങോട്ട് ചോദിക്കണം, ചെരുപ്പിട്ടോ തലമറച്ചോ അതുപോലെ തന്നെ ബായിന് കുത്തിട്ടോ എന്ന് ചോദിക്കണം. അപ്പോ സഹാബികൾ ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ മുമ്പ് പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ പറയുന്നു അൻസാറുകൾ ചെയ്തു എന്ന്. അപ്പൊ നിങ്ങൾ തന്നെ വൈരുദ്ധ്യം പറയുന്നു. പിന്നെ നമ്മുടെ ഹുദവി പറയുന്നത് 100-ാം വാർഷികം ആഘോഷിച്ചതാണ് പോലെയാണ് നബിദിനം എന്നാ. എന്നാ ഞാൻ അടുത്ത കൊല്ലം 120-ാം വാർഷികം ആഘോഷിക്കുന്നില്ല എന്ന് വെക്കുക. അപ്പൊ നിങ്ങൾ നബിദിനാഘോഷം നിർത്തുവോ? 100-ാം വാർഷികം മുജാഹിദുകൾ 100-ാം വാർഷികം ആഘോഷിച്ചതിന്റെ അത്ര പുണ്യമുള്ളൂ നിങ്ങളുടെ നബിദിനത്തിന്? 100-ാം വാർഷികത്തിന് ഒരു പുണ്യമില്ല എന്ന് പറയുന്നു. എന്നാൽ നിങ്ങൾ നബിദിനാഘോഷത്തിന് പുണ്യമില്ല എന്ന് പറയോ? നിങ്ങളുടെ നബിദിനം 100-ാം വാർഷികം പോലെ അല്ലല്ലോ ഹുദവി. ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമുള്ളതാണെന്നല്ലേ നിങ്ങൾ പറയുന്നത്? അതൊരു ഇബാദത്തായിട്ടല്ലേ കൊണ്ടുനടക്കുന്നത്. 100-ാം വാർഷികത്തിന് ഒരു പുണ്യമാണെന്നും അതൊരു ഇബാദത്താണെന്നും അതൊരു കൂലിട്ട കാര്യം ആരാ പറഞ്ഞത്? അതൊരു സംഘടനാ സെറ്റപ്പിന് വേണ്ടി ചെയ്യണല്ലേ. പിന്നെ നിങ്ങൾ പറഞ്ഞ കൊടി ജാഥ അതൊന്നും ഇവിടെ നമുക്കില്ല. അതൊക്കെ നിങ്ങളുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അല്ലെങ്കിൽ സമസ്തക്കാർക്ക്. മനസ്സിലായില്ലേ? റോട്ടിലൂടെ ജാഥ നടത്തിയിട്ട് റോഡ് ബ്ലോക്കാക്കി
മീലാദ് ജാഥകൾ നടത്തുന്നത് നിങ്ങൾ സമസ്തക്കാരാണ്, നിങ്ങളുടെ സമസ്തക്കാരുടെ കയ്യിലാണ് കൊടിയുള്ളത്, നമ്മൾ റോഡിലൂടെ നടത്താറില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത് റോഡിൽ നിന്നുള്ള എന്തെങ്കിലും തടസ്സങ്ങൾ നിങ്ങൾ എടുത്തു മാറ്റണം, അത് ഈമാന്റെ ഭാഗമാണ്. ആ പറഞ്ഞ റസൂല് നേരെ എതിർ പ്രവർത്തിച്ചുകൊണ്ട് റോഡ് മുഴുവൻ ബ്ലോക്കാക്കി മണ്ണെണ്ണ വായിലേക്ക് എടുത്ത് തുപ്പി തീ കത്തിക്കുകയും പന്തം കൊളുത്തി പ്രകടനം നടത്തുകയും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനത്തിന്റെ പേരിലാണ്. ഉണ്ണി മുഹമ്മദിനെ എഴുന്നള്ളിച്ച് കൊണ്ടുവന്നില്ലേ കഴിഞ്ഞ കൊല്ലം നിങ്ങൾ കേരളത്തില്? ഇതൊക്കെ എവിടുന്നാണ്, എന്തിന്റെ പേരിലാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒരു കുട്ടി ഉണ്ണി യേശുവിനെ പോലെ, ഉണ്ണികൃഷ്ണനെ പോലെ ഉണ്ണി മുഹമ്മദിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കൊണ്ടുവന്നു. ഇതൊക്കെ നിങ്ങൾ ചെയ്തിട്ട് അതിന് നിങ്ങൾ തയ്യാറാക്കുന്നത് സമ്മേളനവും കൊടിയും ജാഥയും രാഷ്ട്രീയം ഒക്കെയാണല്ലേ? വളരെ നല്ലത്. പിന്നെ ഹുദൈ പറയുന്നത് കുല്ലു ബിദഅത്തിൻ ദലാല എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിക്ഷണറി നോക്കി അർത്ഥം വെക്കണ്ടെന്നാ. എന്നാൽ ഡിക്ഷണറി നോക്കി അർത്ഥം വെക്കുന്നില്ല. ഇബ്നു ഹജർ ഹൈതമിയുടെ ഫതാവൽ ഹദീസി എന്ന് വായിച്ചേരാ. മിനൽ ഉലമാ ഇലൽ ഹസനി വഗൈരി ഹസൻ. ബിദഅത്തിനെ ഉലമാക്കള് നല്ല ബിദഅത്ത്, ചീത്ത ബിദഅത്ത്, ചീത്ത നല്ലതല്ലാത്ത ബിദഅത്ത് എന്ന് വിഭജിച്ചിട്ടുണ്ട്. ഫഇന്നമാ ഖസ്മുൽ ബിദഅത്തിൽ ലുഗവിയ്യ, അത് ലുഗവിയായ ഭാഷാപരമായ ബിദഅത്തിനെ ഭാഗം വെച്ചതാണ്. വമൻ ഖാല, ആരെങ്കിലും പറഞ്ഞാൽ കുല്ലു ബിദഅത്തിൻ ദലാല, എല്ലാ ബിദഅത്തും ദലാലത്ത് എന്ന് പറഞ്ഞ ഈ ബിദഅത്താണ് ആരെങ്കിലും പറഞ്ഞതെങ്കിൽ ഫമഅനാഹു, അതിന്റെ അർത്ഥം അൽ ബിദഅത്തു ശർഇയ്യ, മതത്തിലുള്ള ബിദഅത്താണ്. അപ്പൊ മതത്തിന് എന്തൊന്ന് പുതിയത് കൊണ്ടുവന്നാലും അത് ശർഇയ്യായ ബിദഅത്താണ്. ആ ബിദഅത്ത് ദലാലത്താണ്. ആ ദലാലത്ത് ഫിന്നാർ ആണ്. കേട്ടോ ഹുദവി, നിങ്ങളുടെ സ്വന്തം ഇബ്നു ഹജർ ഹൈതമി അൽ മക്കി പറയുന്നത്. അതുപോലെ തന്നെ ഹുദവിയോട് നബിദിനത്തിന് ഹുദവിയുടെ വാക്കുപ്രകാരം നബിദിനം ബിദഅത്താണ് എന്ന് പറഞ്ഞാൽ അത് വളരെ മോശപ്പെട്ട ആളുകളാണ്, മുനാഫിക്കുകളാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂലിനോട് സ്നേഹമില്ലാത്തവരാണ്. മുഅ്മിനീങ്ങളെ ശിർക്കും ബിദഅത്തും ദലാലത്തും പറഞ്ഞ് ആക്ഷേപിക്കുന്നവരാണ് നബിദിനം ബിദഅത്താണെന്ന് പറയുന്നവർ എന്നാണ് ഹുദൈ പറഞ്ഞത്. എങ്കിൽ ഹുദവി എണ്ണിക്കോ, ഒന്നാമത്തെ ദലാലത്ത് മുദില്ല്, ഒന്നാമത്തെ ബിദഅത്തുകാരൻ, ഒന്നാമത്തെ മുനാഫിക്ക് ആരാണ്? അബി ഹഫ്സ് താജുദ്ദീനുൽ ഫാഖിഹാനി റഹ്മഹുല്ലാഹ്, മാലിക്കി മദ്ഹബിലെ മഹാനായ പണ്ഡിതൻ, ഹിജ്റ 734 മരണപ്പെട്ടു പോയ ഇമാം ഫാഖിഹാനി റഹ്മത്തുള്ളാഹ്. അദ്ദേഹം മൗലിദ് ആഘോഷം ബിദഅത്താണെന്ന് പറയാൻ വേണ്ടി ഒരു കിതാബ് തന്നെ രചിച്ചിട്ടുണ്ട്, അൽ മൗലിദ് ഫി ഹുക്മിൽ മൗലിദ്. അതിൽ അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നു, ഈ പറഞ്ഞ ബിദഅത്തിനെ പറ്റി, ഈ മൗലിദ് നബി അതായത് റസൂലിന്റെ ജന്മദിനാഘോഷത്തിനെ പറ്റിയിട്ട് ഖുർആനിലോ ഹദീസിലോ സലഫു സാലിഹീങ്ങളായ സഹാബികൾ, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ ഇവരൊന്നും ഒരു തെളിവും എനിക്ക് കിട്ടിയിട്ടില്ല. ഈ പറയപ്പെട്ട ബിദഅത്ത് ചെയ്തത് ദീനിൽ കടത്തിക്കൂട്ടിയ ആളുകളാണ്, തീറ്റക്കൊതിയന്മാരാണ്. അതേറ്റ് പിടിച്ചത് ആരാ പറയുന്നത്? ഇമാം ഫാഖിഹാനി. രണ്ടാമത്തെ മുനാഫിക്കിനെ പിടിച്ചോ? ഇമാം ഇബ്നുൽ ഹാജ് റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ മദ്ഖൽ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, മൊത്തമായി ഇന്നത്തെ കാലത്ത് കാണിക്കുന്ന ഈ നബിദിനത്തിന്റെ പേര് കാണിക്കുന്നത് ഹറാമായ ബിദ്അത്താണ് എന്ന് വളരെ വ്യക്തമായി അദ്ദേഹം പറയുന്നു. അലാ ബിദ്അഇൻ വ മുഹറമാത്തിൻ ജുംല എന്ന് അദ്ദേഹം പറയുന്നു. മൂന്നാമത്തെ മുനാഫിക്കിനെ പിടിച്ചോ? ഇമാം മുല്ല അലിൽ ഖാരി, ഹനഫി മദ്ഹബിൽ പ്രസിദ്ധനായ പണ്ഡിതനായ മുല്ല അലിൽ ഖാരി വളരെ വ്യക്തമായി പറയുന്നു, ഈ മീലാദ് ആഘോഷം, ഈ ജന്മദിനാഘോഷം അത് ക്രിസ്ത്യാനികളോട് കുടപിടിക്കലാണ്, ചേരലാണ്. അള്ളാഹുവിന്റെ റസൂൽ കൽപ്പിച്ചിട്ടുള്ളത് ജൂതനസ്രാണികൾക്ക് എതിരാവാനാണ്. മുല്ല അലിൽ ഖാരി തന്റെ മിർഖാത്ത് എന്ന കിതാബിൽ പറയുന്നു വളരെ വ്യക്തമായിട്ട്. അടുത്തതായി പിടിച്ച മുനാഫിക്കിനെ ഇമാം ഇബ്നു റജബുൽ ഹംബലി റഹ്മഹുല്ലാഹ്, ഹംബലി മദ്ഹബുകാരനായ ഇമാം ഇബ്നു റജബുൽ ഹംബലി റഹ്മഹുല്ലാഹ് തന്റെ ലതായിഫുൽ മാരിഫ് എന്ന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, ലാ യുശ്റഉ യത്തഖിദുൽ മുസ്ലിമൂന ഈദൻ ഇല്ലാ മാ ജാഅത് അശ്ശരീഅത്തു ബിഇത്തിഖാദി ഈദൻ വഹുവ യൗമുൽ ഫിത്ർ വ യൗമുൽ അദ്ഹാ വ അയ്യാമുത് തശ്രീഖ് വ അയ്യാദുൽ ആം. അല്ലാഹു സുബ്ഹാനഹു വ തആല ശറാക്കി തരാത്ത ഒരാഘോഷം മുസ്ലിമിന് പാടില്ല. മുസ്ലിമിന്റെ വർഷത്തിലെ രണ്ടാഘോഷങ്ങൾ, ഒന്ന് ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയുമാണ്. വയൗമുൽ ജുമുഅത്തി വ ഈദുൽ അസ്ബൂ, പിന്നെയുള്ളത് വെള്ളിയാഴ്ചയാണ്. അത് ആഴ്ചകളിൽ വരുന്ന ആഘോഷമാണ്.
وما عدا ذلك فاتخاذه عيدا وموسما بدعة لا أصل له. ഇത് കൂടാതെ ആരെങ്കിലും എന്തെങ്കിലും ദീനിൽ ആഘോഷമാക്കുകയാണെങ്കിൽ ബിദ്അത്തുൻ ലാ അസ്ല ലഹു, ഒരു അടിസ്ഥാനവുമില്ലാത്ത ബിദ്അത്താണ് ശരീഅത്തിൽ. ഇമാം ഇബ്നു റജബ് ഹംബലിയാണ് പറയുന്നത്. അതുപോലെ തന്നെ വീണ്ടും പറയുന്നു, അടുത്ത മുനാഫിക്കിനെ പിടിച്ചോ, അഞ്ചാമത്തെ മുനാഫിക്കിനെ മുദല്ലിനെ ളാലും മുദല്ലുമായിട്ട് തന്നെ പിടിച്ചോ. നിങ്ങളുടെ അഭിപ്രായ പ്രകാരം ഇമാം ഷാത്തിബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ-ഇഅ്തിസാം എന്ന ഗ്രന്ഥത്തിൽ ബിദ്അത്തിനെ വിവരിച്ച സമയത്ത് അദ്ദേഹം വളരെ വ്യക്തമായ ബിദ്അത്തിന് ഉദാഹരണം കൊടുത്തത് മൗലിദുൻ നബിയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ കൊണ്ടാടുന്ന ബിദ്അത്താണ്. അതുപോലെ അദ്ദേഹത്തിനോട് ചോദ്യം ചോദിച്ചു ബിദ്അത്തിനെ പറ്റി, മൗലിദുൻ നബി എന്ന ബിദ്അത്ത്, റസൂലിന്റെ മീലാദ് ആഘോഷം എന്ന ബിദ്അത്തിനെ പറ്റി ചോദിച്ചപ്പോൾ ഫതാവ ഷാത്തിബിയിൽ വളരെ വ്യക്തമായി കാണാം ബിദ്അത്താണ്, വളരെ വ്യക്തമായി ഇതിൽ തെളിവില്ലാത്ത ബിദ്അത്താണ് അദ്ദേഹം ഫത്വ കൊടുത്തതും കാണാം. അപ്പോ കേരളത്തിലെ ഈ മുജാഹിദുകളെ ളാലും മുദല്ലും മുനാഫിക്കും ജനങ്ങളെ പിഴപ്പിക്കുന്നവരുമാക്കുന്ന ഹുദവി മറുപടി പറയണം, ഞാൻ ഈ പറഞ്ഞ 5 ഇമാമുമാർ അവരും ഈ ഗണത്തിൽ പെടുമോ ഇല്ലേ? അതുപോലെ തന്നെ ഹുദവി നബിദിനം വിട്ടിട്ടപ്പോ വേറെ വിഷയത്തിലേക്കാണ് ലാസ്റ്റ് പ്രസംഗം അവസാനിപ്പിക്കുക പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കളെ മുജാഹിദുകള് നരകത്തിലാക്കി. മുജാഹിദുകൾ എങ്ങനെ സാധിക്കുന്നു അത് എഴുതാൻ? നിങ്ങളുടെ വിരലുകൾക്ക് എങ്ങനെ സാധിക്കുന്നു? നിങ്ങൾ ഏറ്റവും മതമന്മാർ തന്നെ എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്റെ പൊന്നാര ഹുദവി, എന്നാ കേട്ടോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാതാപിതാക്കൾ നരകത്തിലാണ്, അവർ മരിച്ചത് കുഫ്റിലായിക്കൊണ്ടാണ് എന്ന് പറഞ്ഞത് ആരൊക്കെയെന്ന് കേട്ടോ? ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീർ റാസിയിൽ നോക്കിക്കോ. വാലം നീ അറിയണം അന്ന റാഫിദ, തീർച്ചയായിട്ടും ഷിയാക്കളുടെ പിഴച്ച വിഭാഗമായ കുഫ്ർ കാഫിറുകളായ റാഫിദാക്കൾ ദഹബു ഇലാ അന്ന ആബാഇൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാനൂ മുഅ്മിനാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കൾ മുഅ്മിനീങ്ങളായിരുന്നത് ഷിയാക്കളുടെ തീരുമാനമാണ്, ഷിയാക്കളുടെ വർത്താനാണ് എന്നാണ് ഇമാം റാസി പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്വന്തം ഇമാമായ ആരാണ്? ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ, നിങ്ങളുടെ സ്വന്തം ഇമാമിന്റെ റംലിയുടെ ഫതാവ നോക്കിക്കോ. ഫതാവയിൽ ചോദ്യം സുഇല, ഇമാം റംലിയോട് ചോദിക്കുന്നു, അമ്മൻ കാല ലാ അഹദൻ മിൻ ആബാഇ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔ ആബാഇൽ അംബിയാ അലൈഹിം സ്വലാത്തു വസ്സലാം കാന കാഫിറ വഅൻകറ അൻ യുഖാലു അന്ന വാലിദ ഇബ്രാഹിം കാന കാഫിറ വദക്കറ അന്ന ആദർ കാന അമ്മഹു വമാ കാന അബാഹു ഹൽ ഹുവ മുസീബുൻ ഔ മുഖ്തി. ആരെങ്കിലും ചോദിക്കുകയാണ്, റസൂലുള്ളാഹി ഒരാൾ പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാതാപിതാക്കൾ ആരാണ്? അതുപോലെ അമ്പിയാക്കളുടെ വാപ്പമാരും തന്നെ കാഫിറുകളല്ല. എന്നിട്ട് അദ്ദേഹം നിഷേധിക്കുകയാണ്, പറയുന്ന ആള് അന്നവാലിദ ഇബ്രാഹിം കാന കാഫിറ, ഇബ്രാഹിമിയുടെ വാപ്പ ആദർ കാഫിറായിരുന്നില്ല. അന്നാദറ കാന അമ്മഹു, ഈ ആദർ എന്ന് പറയുന്നത് അത് ഇബ്രാഹിമിയുടെ എളാപ്പയായിരുന്നു. വകാന അബാഹു, അത് ഇബ്രാഹിമിയുടെ വാപ്പയായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ട ആള് മുസീബുനോ മുഖ്തി, അദ്ദേഹം ശരിയാണോ തെറ്റാണോ പറഞ്ഞത്? അപ്പൊ ഇമാം റംലിയുടെ കൊടുക്കുന്ന ഉത്തരം എന്താ? ബിഅന്നൽ ഖായിലൽ മദ്കൂറ, ഈ പറയപ്പെട്ട ആള് മുഖ്തിയുൻ, അവൻ തെറ്റുകാരനാണ്. ഫീ ഖൗലിഹി മുത്തബിയ ഫീ റഅയത്തി ഷിയ, ഷിയാക്കളുടെ വാദമാണ് അവൻ പിന്തുടർന്നിരിക്കുന്നത്. എന്താണ് ഷിയാക്കളുടെ വാദം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതാപിതാക്കളും അമ്പിയാക്കളുടെ മാതാപിതാക്കൾ ആരും തന്നെ കാഫിറുകളിൽ, അവരൊക്കെ മുഅ്മിനീങ്ങളാണെന്ന് പറയുന്ന ഷിയാക്കളുടെ വാദമാണ്. വഹുവ മുഖാലിഫുൻ ലികിതാബിൽ അസീസ് വസ്സുന്നത്തി സഹീഹ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹിഹായ ഹദീസിനും ഖുർആനിനും എതിരാണ് ഈ വാക്ക്. വലിമാലി അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് വഗൈരിഹിം അമ്മൽ കിത്നത്ത്. അദ്ദേഹം അങ്ങനെ പറഞ്ഞതിന് ശേഷം അവസാനം പറയുന്നു, വഖദ് ഇത്തഫഖൽ ഉലമാഉ, ഉലമാക്കൾ ഏകോപിച്ചിരിക്കുന്നു, ഇത്തിഫാഖുണ്ട്, ഇജ്മാഉണ്ട്, അലാ അന്ന വാലിദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം യകുൻ മുസ്ലിമൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതാപിതാക്കൾ മുസ്ലിങ്ങളായിരുന്നില്ല. ബൽ കാഫിറുൻ, അദ്ദേഹം കാഫിറായിരുന്നു. ലിഅന്നഹു മാത ഖബല ബഅസി, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം മരണപ്പെട്ടു പോയി. ബൽ ഖബല വിലാദത്ത് എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാവുന്നതിന് മുമ്പ് തന്നെ മരണപ്പെട്ടു പോയി എന്ന് മാത്രമല്ല, അദ്ദേഹം റസൂൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ മരണപ്പെട്ടു പോയി എന്ന് ഫത്താവ റംലിയിൽ ഇമാം റംലി വളരെ വ്യക്തമായി എഴുതി വച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി വളരെ വ്യക്തമായി പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതാപിതാക്കൾ നരകത്തിലാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നു. നിങ്ങൾ അല്ലേ പറഞ്ഞത് ഖുർ റബ്ബിർഹമുമാ കമാ റബ്ബയാനി സഗീറ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതാപിതാക്കൾക്ക് വേണ്ടി ദുആയിരക്കണമെന്ന് അള്ളാഹു പഠിപ്പിച്ചു. പിന്നെ അങ്ങനത്തെ മാതാപിതാക്കൾ എങ്ങനെ നരകത്തിലാവുക? നരകത്തിൽ കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുമോ നിങ്ങൾ ചോദിച്ചില്ലേ? എന്നാ കേട്ടോ, സഹീഹ് മുസ്ലിമില്
വന്ന വ്യക്തമായ ഹദീസ്, സഹീഹ് മുസ്ലിമിൽ വളരെ വ്യക്തമായി വന്ന ഹദീസ് തന്നെ കാണാം. പറയാണ്, ഞാൻ എന്റെ റബ്ബിനോട് അനുവാദം ചോദിച്ചു, അൻ അസ്തഗ്ഫിറ ലിഉമ്മി, എന്റെ ഉമ്മാക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ, എന്റെ ഉമ്മക്ക് പാപമോചനം തേടാൻ. നിങ്ങൾ ചോദിച്ചില്ലേ പാപമോചനം തേടാൻ പറ്റുമെന്ന്? ഫലം യഅ്സൻലി, എനിക്ക് അല്ലാഹു അനുവാദം തന്നില്ല. വസ്തഅ്സൻതഹു, ഞാൻ അല്ലാഹുവിനോട് അനുവാദം ചോദിച്ചു, അൻ അസൂറ ഖബറഹ, എന്റെ ഉമ്മയുടെ ഖബർ സന്ദർശിക്കാൻ. ഫഅ്സൻലി, എനിക്ക് അനുവാദം കിട്ടി. കേട്ടോ ഉദവി, ഹദീസ് പഠിക്കുമ്പോ എല്ലാം പഠിക്കണം. കുറച്ച് ഹദീസ് അവിടെ മാറ്റി വെച്ച് കൈകൊണ്ട് പൊത്തിപ്പിടിച്ച് ചിലത് മാത്രം എടുത്ത് പറയരുത്. അത് മുഹർരിഫുൽ കലിമൻ മവാദിഹി എന്ന് പറഞ്ഞ ജൂതന്മാരുടെ പണിയാണ് ഉദവി. അള്ളാഹുവിന്റെ റസൂല് അള്ളാഹുവിനോട് തന്റെ ഉമ്മാക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ ചോദിക്കാൻ വേണ്ടി ചോദിച്ചപ്പോ അത് അള്ളാഹു അനുവാദം കൊടുത്തില്ല. അപ്പൊ നിങ്ങൾ പറയും സഹീഹ് മുസ്ലിമിൽ വന്ന ഹദീസല്ലേ, അത് നിങ്ങൾ ഷർഹില്ലാതെ എങ്ങനെ പറയും? എന്നാ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി പറയുന്നത് നോക്കിക്കോളൂ. ഫീഹി, ഈ ഹദീസിലുണ്ട് ജവാസു സിയാറത്തുൽ മുശ്രിക്കീന ഫിൽ ഹയാത്ത്, മുശ്രിക്കീങ്ങളുടെ ആയ ആളുകളെ അവരുടെ ഹയാത്ത് കാലത്ത് പോയി സന്ദർശിക്കാൻ അനുവദനീയമാണെന്നുണ്ട്. വഖുബൂറഹും ബഅദൽ വഫാത്ത്, അവരുടെ ഖബറുകളെ വഫാത്തിന് ശേഷം സന്ദർശിക്കാൻ അനുവദനീയമാണെന്നുണ്ട്. ലിഅന്നഹു, കാരണം ഇദാ ജാദത് സിയാറത്തുഹും ബഅദൽ വഫാത്ത്, അവരുടെ വഫാത്തിന് ശേഷം അവർ ഖബർ സന്ദർശിക്കൽ അവന് അനുവദനീയമാണെങ്കിൽ ഫിൽ ഹയാത്തിൽ ഊലാ, അവരെ ജീവിതകാലത്തിന് സന്ദർശിക്കാം. അപ്പൊ ഇവിടെ ഏത് മുശ്രിക്കിന്റെ ഖബറാണ് റസൂൽ സന്ദർശിച്ച ഹദീസിൽ? റസൂലിന് അള്ളാഹു അനുവാദം കൊടുത്തത് മുശ്രിക്കത്തായ ആമിന എന്ന് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയായ അവരെ ഉമ്മയെ പറ്റിയാണ് ഈ പറഞ്ഞത്. ഇമാം നവവി പിഴച്ചവനാണോ നിങ്ങൾ പറയണം, മനസ്സിലായില്ലേ? അള്ളാഹു പറയുന്നു, സാഹിബുമാ ഫിദ് ദുനിയ മഅറൂഫ, നിങ്ങളുടെ മാതാപിതാക്കള് മുശ്രിക്കുകളാണെങ്കിൽ അവരോട് നിങ്ങൾ നല്ല നിലയിൽ പെരുമാറണമെന്നുള്ള ആയത്തും കൊടുക്കുകയാണ്. എന്നിട്ട് വഫീഹി ഹദീസുൻ അന്നഹി വൻ ഇസ്തിഗ്ഫാർ കുഫാർ, കുഫാറുകൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തൽ അനുവദനീയമല്ല, നിരോധനം ഈ ഹദീസിലുണ്ട്. ഇവിടെ ഏത് കുഫാർ കാഫിറിന് വേണ്ടിയാണ് നിരോധനം വന്നത്? റസൂലിന്റെ ഉമ്മാക്ക് വേണ്ടിയിട്ട് റസൂൽ ചോദിച്ചപ്പോഴാണ് നിരോധനം വന്നത്. അതാണ് ഹദീസിലുള്ളത്. അത് ആ ഹദീസ് മുഴുവൻ എടുത്തുകൊണ്ട് ഇമാം നവവി നമ്മൾ ഒരു ഹുക്കുമായി പറയുകയാണ്, ഒരു കാഫിറിന് വേണ്ടിയിട്ടും ഇസ്തിഗ്ഫാർ നടത്താൻ പറ്റില്ല. അപ്പൊ കാഫിറിന് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ പറ്റില്ല എന്നുള്ളതിന്റെ തെളിവേത് ഹദീസാണ്? റസൂലിന്റെ ഉമ്മാക്ക് വേണ്ടി റസൂൽ ഇസ്തിഗ്ഫാർ അനുവാദം ചോദിച്ചപ്പോൾ അള്ളാഹു അനുവാദം കൊടുത്തില്ല എന്ന് പറഞ്ഞ ഹദീസാണ്. ആരാ പറയുന്നത്? ഇമാം നവവിയാണ്. നല്ലോണം പഠിച്ചു വെച്ചോളൂ, ഇത് വളരെ വ്യക്തമായി പഠിച്ചു വെച്ചോളൂ. അതുപോലെ തന്നെ നിങ്ങൾ നേരത്തെ ഒരു ഹദീസ് പറഞ്ഞല്ലോ, ഖബർ ആഹാദാണ് അല്ലെങ്കിൽ ഖബർ വാഹിദാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മുഅല്ലലും മുർസലും എല്ലാം അറിയാ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞു അതില്ലാത്തവര് പറയരുത് എന്നല്ല നിങ്ങൾ പറഞ്ഞത്. അപ്പോ അതിൽ പറഞ്ഞൊരു ധ്വനിയുണ്ട്, ഞാൻ ഇതൊക്കെ പഠിച്ച് നല്ല ആലിമാണ്, എനിക്ക് ഉസൂൽ ഹദീസും ഉലൂമുൽ ഖുർആനും നഹ്വും സർഫും അതുപോലെ തന്നെ മുഅല്ലലും മുർസലും അതുപോലെ തന്നെ ദഈഫും സഹീഹും ഒക്കെ അറിയാമെന്ന് നിങ്ങൾ പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ പറഞ്ഞു ഈ ഹദീസിനെ പറ്റിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ ഈ ഹദീസ് ഏതാണ്? അന്ന റജുലൻ ഖാല യാ റസൂലല്ലാഹ് അയ്ന അബി ഖാല ഫിന്നാർ ഫലമ്മാ ഖഫ്ഫ ദഅ ഖാല ഇന്ന അബി വബാക ഫിന്നാർ, എന്റെ വാപ്പി നരകത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിയോട് പറഞ്ഞ ഹദീസ് നിങ്ങൾ പറഞ്ഞു അത് സ്വീകരിക്കാൻ പറ്റില്ല എന്നുള്ള വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെന്ന്. ഏത് ആലിമാണെന്ന് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്? നിങ്ങൾ പറയണം. ഈ ഹദീസ് സ്വീകരിച്ചുകൊണ്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി പറയുന്നു, ഫീഹി, ഈ ഹദീസിലുണ്ട് അന്ന മൻ മാത അലൽ കുഫ്രി, ആരെങ്കിലും കുഫ്റിലായിക്കൊണ്ട് മരണപ്പെട്ടാൽ ഫഹുവ ഫിന്നാർ, അവൻ നരകത്തിലാണ്. വലാ തൻഫഹു ഖറാബത്തുൽ മുഖർരിബീന, അവരടുത്ത ബന്ധുക്കൾ എത്ര നല്ലവരായാലും അവരുടെ ഗുണം ഇവർക്ക് കിട്ടുകയില്ല. വഫീഹി, ഹദീസിലുണ്ട് അന്ന മൻ മാത ഫീ ഫിത്രത്തി ലമ്മാ കാനത്ത് അലൈഹിൽ അറബു മിൻ ഇബാദത്തിൽ ഔസാൻ, വിഗ്രഹങ്ങൾ ആരാധിച്ചിരുന്ന അറബികളുടെ കാലഘട്ടത്തിൽ, ജാഹിലിയ്യ കാലത്തിൽ, ഫത്രത്തിന്റെ കാലഘട്ടത്തിൽ മരിച്ചവർ ഫഹുവ മിൻ അഹ്ലിൻ നാർ, അവർ നരകത്തിലാണ്. പത്രത്തിന്റെ കാലത്ത് ജനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നരകത്തിലാവാതിരിക്കില്ല, നരകത്തിലാണ്. കാരണം അദ്ദേഹം പറയുന്നു വലൈസ ഹാദാ മുവാഹിഖുൻ ഖബല ബുലൂഇ ദഅവതി ഫഇന്നഹു ലാ കാനത്ത് ഖദ ബലഗതുഹും ദഅവത്ത് ഇബ്രാഹിം വഗൈരിഹി മിൻ അംബിയാ സ്വല്ലല്ലാഹു തആല വസല്ലമു അലൈഹിം, അവർക്ക് ദഅവത്ത് കിട്ടിയിട്ടില്ല എന്ന് ന്യായം പറയാൻ പറ്റൂല. കാരണം അവർക്ക് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ ഒക്കെ ദഅവത്ത് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബുവത്ത് കിട്ടുന്നതിന് മുമ്പ് ജാഹിലിയ്യ കാലത്തിൽ, ഫിത്രത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ മരിച്ചുപോയവരൊക്കെ അഹ്ലുൻ നാറാണ് എന്ന് ശറഹ് മുസ്ലിമിൽ ഇന്ന അബി വബാക ഫിന്നാർ എന്ന ഹദീസ് സ്വീകരിച്ചുകൊണ്ട് ഇമാം നവവി പറയുന്നു. ഇമാം നവവി നിങ്ങൾ നേരത്തെ പറഞ്ഞ ടീമിൽപ്പെട്ടതാണോ? മുല്ലാലിൻകാർ നിങ്ങൾ പറഞ്ഞ ടീമിൽപ്പെട്ടതാണോ? അതുപോലെ തന്നെ ഇമാം റാസി നിങ്ങൾ പറഞ്ഞ ടീമിൽപ്പെട്ടതാണോ? അതുപോലെ ഇമാം റംലി നിങ്ങൾ പറഞ്ഞ ടീമിൽപ്പെട്ടതാണോ?
മുല്ല അലിയൽക്കാരി ഒരു കിതാബ് തന്നെ ഇതിനെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ട്. മുല്ല അലിൽക്കാരി ഒരു കിതാബ് തന്നെ ഇതിനെ എന്താ മുല്ല അലിൽക്കാരി പറഞ്ഞത്? മുല്ല അലിൽക്കാരി വളരെ വ്യക്തമായി പറയുന്നു തന്റെ കിതാബില് എന്താണ് അദില്ലത്തു മുഅ്തഖദ അബി ഹനീഫൽ ആളം ഫി അബൂഇ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കിതാബ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി മാതാപിതാക്കളെ പറ്റിയിട്ടാണ്. എന്നിട്ട് അദ്ദേഹം ഇമാം അബൂ ഹനീഫ എടുത്തു കൊടുക്കാണ് ഖാല ഇമാമുൽ ആളം വൽ ഹുമാമുൽ അഖദം ഫി കിതാബിൽ മുഅ്തബർ എന്ന് പറയുന്നിട്ട് ഇമാം അബൂ ഹനീഫ എടുത്തു കൊടുക്കാണ് വവാലിദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത അലൽ കുഫർ. എന്നിട്ട് അതിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു മാതാപിതാക്കൾ കുഫറിലായിക്കൊണ്ടാണ് മരിച്ചത്. എന്നിട്ട് അതിന്റെ ശാരിഹ് പറഞ്ഞത് അദ്ദേഹം എടുത്തു കൊടുക്കാണ് ഹാദാ റദ്ദുൻ, ഇത് റദ്ദാണ്, അല്ലെങ്കിൽ ഇത് മറുപടിയാണ്. അലാമൻ കാലാരെങ്കിലും പറഞ്ഞാൽ ബി അന്ന വാലിദൈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഈമാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു മാതാപിതാക്കൾ മുഅ്മിനുകളായിരുന്നു ആരെങ്കിലും പറഞ്ഞാൽ വാല ഇനി അല്ല മൻ കാലാരെങ്കിലും പറഞ്ഞാൽ മാതാൽ കുഫർ, അവർ കാഫിറായിക്കൊണ്ട് മരിച്ചുപോയി. സുമ്മ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹ്യാഹുമാ വാസ്ലമ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു വഹ്യാഹും അല്ലാഹു വാസ്ലമ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ജീവിപ്പിച്ചു, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ജീവിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മുസ്ലിമുകളായി ഷഹാദത്ത് എഴുതി കൊടുത്ത് ഖബറിലേക്ക് തിരിച്ചു പോയി. സുമ്മ മാതൽ ഈമാൻ, പിന്നെ അവർ ഈമാനിൽ മരണപ്പെട്ടു എന്ന് ആര് പറഞ്ഞാലും അവർക്കുള്ള മറുപടിയാണ് ഇമാം അബൂ ഹനീഫയുടെ ഈ വാക്ക് എന്ന് ഒരു കിതാബ് തന്നെ എഴുതിയിട്ട് മുല്ല അലിൽക്കാരി പറയുന്നു. ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് തന്റെ അൽ മൗദൂആത്ത് എന്ന് പറഞ്ഞ കിതാബിൽ വളരെ വ്യക്തമായി കൊണ്ട് തന്നെ പറയുന്നു ഈ സലഫു സാലിഹീങ്ങളുടെ ഇടയിൽ, മുൻഗാമികളായ പണ്ഡിതന്മാരുടെ ഇടയിൽ ഇജ്മാ ഉള്ള കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതാപിതാക്കൾ മരണപ്പെട്ടു എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു മാതാപിതാക്കൾ കുഫറിലായിക്കൊണ്ട് മരണപ്പെട്ടു, അവർ മുശ്രിക്കുകളായിരുന്നു, അവർ നരകത്തിന്റെ അവകാശികളാണ് എന്നുള്ളത്. ഇത് പറഞ്ഞ് ജനങ്ങളെ അങ്ങനെ പൊട്ടിസാക്കാന്നല്ലാതെ മുൻകാലത്ത് കഴിഞ്ഞു പോയ ഇമാമാരുടെ കിതാബിൽ എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവുന്നില്ല. പിൽക്കാലത്ത് ഇത് 1000 ശേഷം വന്ന ഇബ്നു ഹജർ ഹൈതമിയെ പോലുള്ള ആളുകൾ ഇതിനെതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഗണ്ണിച്ചുകൊണ്ട് ഇമാം മുല്ല അലിൽക്കാരി അതിന് മറുപടിയും കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇത് മുജാഹിദുകളുടെ വാക്കല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇമാം ഇബ്നുൽ ജൗസി, മുല്ല അലിൽക്കാരി, ഇമാം നവവി, ഇമാം റംലി, അതുപോലെ തന്നെ ഇമാം റാസി, ഇമാം അബൂ ഹനീഫ തുടങ്ങി ഒട്ടുമിക്ക പണ്ഡിതന്മാരെയും വിഷയം ചർച്ച ചെയ്തിട്ട് ഇതിൽ ഏകോപിച്ച അഭിപ്രായം പറഞ്ഞവരാണ്. പിന്നെ ഹുദവി പറഞ്ഞത് എന്താ? ഈ ഹദീസിനെ പറ്റി അറിയാത്തൊരു പറയരുത്, ഹദീസ് ഖബർ വാഹിദാണ്, അഹാദുൽ ഹദീസാണ്, അതായത് ഏക റിപ്പോർട്ട് വന്ന ഹദീസാണ്, അതുകൊണ്ട് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ, അങ്ങനെ നിങ്ങൾ ഈ ഹദീസ് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ തള്ളേണ്ടി വരും എന്റെ പൊന്നാര ഹുദവി? ഖബർ വാഹിദായ ഹദീസല്ലേ സിറാത്ത് പാലത്തിനെ പറ്റി വന്നത്, അത് നിങ്ങൾ തല്ലുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്തുൽ ഉദുമ ആ വന്ന ഹദീസ് ഖബർ വാഹിദല്ലേ, അഹാദുൽ ഹദീസല്ലേ? അന സയ്യിദു വിൽദി ആദം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തുള്ള മുഴുവൻ ആളുകളും ആദം സന്തതികളുടെ മുഴുവൻ നേതാവാണ്, ഏറ്റവും ശ്രേഷ്ഠനാണെന്ന് പറഞ്ഞു വന്ന ആ ഹദീസ് ഖബറുൽ അഹാദല്ലേ, അത് നിങ്ങൾ തള്ളുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഒഴിച്ചിട്ടുള്ള പല മുഅ്ജിസത്തുകളും വന്നത് ഖബർ വാഹിദല്ലേ, അഹാദുൽ ഹദീസല്ലേ, അത് നിങ്ങൾ തള്ളുമോ? അതുപോലെ മലക്കുകളെ പറ്റി, ജിന്നുകളെ പറ്റി വന്നിട്ടുള്ള പല വിശേഷണങ്ങളും വന്നിട്ടുള്ള ഹദീസുകൾ ഖബർ വാഹിദല്ലേ, നിങ്ങൾ തള്ളുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 സഹാബികൾക്ക് സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്ത അശറത്ത് മുബശ്ശിരീൻ, ആ ഹദീസ് ഖബർ വാഹിദല്ലേ, അത് നിങ്ങൾ സ്വീകരിക്കില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി പേന സൃഷ്ടിച്ചു. ആ പേന കലം ലൗഹുൽ മഹ്ഫൂദിൽ ഖിയാമത്ത് നാൾ വരെ നടക്കാൻ പോകുന്ന എല്ലാ സംഭവങ്ങളും എഴുതി വെച്ചു എന്നുള്ളത് ഖബർ വാഹിദല്ലേ, അത് നിങ്ങൾ തള്ളുമോ? അതുപോലെ അഷ്റാത്തു സാ ഖിയാമത്ത് നാളിന്റെ അടയാളം വന്ന പല കാര്യങ്ങളും, ഏത് മഹദി ഇമാം വരുന്നത് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഖബർ വാഹിദല്ലേ, അതൊക്കെ നിങ്ങൾ തള്ളുമോ? അതുപോലെ ദജ്ജാൽ വരുന്ന, ദജ്ജാലിനെ പറ്റിയുള്ള പല വിശേഷണങ്ങളും ചിലത് മുതവാത്തിറാണെങ്കിലും ചിലത് ഖബർ വാഹിദല്ലേ, അത് നിങ്ങൾ തള്ളുമോ? അപ്പൊ ഖബർ വാഹിദ് എന്താണ്, മുതവാത്തിർ എന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടെങ്കിലും ജനങ്ങളെ പൊട്ടീസാക്കാൻ വേണ്ടി പാവപ്പെട്ട നിങ്ങളുടെ വാഴ മുമ്പിലിരിക്കുന്ന വായ പൊളിച്ചിരിക്കുന്ന അന്തമില്ലാത്ത ആളുകളെ പൊട്ടിസാക്കാൻ വേണ്ടി നല്ല ഈണത്തിലും താളത്തിലും എന്തെങ്കിലും പറഞ്ഞു കൊടുത്ത് അള്ളാഹുവിന്റെയും റസൂലിന്റെയും കിതാബുകളിലുള്ളത്, സഹാബികളുടെ വാക്കുകളിലുള്ളത്, മഹാന്മാരെ പണ്ഡിതന്മാരുടെ കിതാബുകൾ മറച്ചു വെച്ചുകൊണ്ട് ജനങ്ങളെ പൊട്ടീസാക്കി പാവപ്പെട്ട മുജാഹിദുകളെ ലാലും മുതലും മുനാഫിക്കുമാക്കുന്ന ഹുദവി, ഇനിയെങ്കിലും അള്ളാഹുവിലേക്ക് തിരിച്ചു മടങ്ങിക്കോ, തൗബ ചെയ്തോ എന്നാണ് എനിക്ക് പറയാനുള്ളത്.